തുമ്മൽ. ശെൽവനും ശരവണനും കർഷകരായിരുന്നു. ഉറ്റ സുഹൃത്തുക്കളായ അവർ ഒരുമിച്ചായിരുന്നു പണിക്ക് പോയിരുന്നത്. ഒരു ദിവസം അവർ ഉച്ചഭക്ഷണപ്പൊതി നിവർത്തിയപ്പോൾ ശരവണൻ കലശലായി തുമ്മാൻ തുടങ്ങി. നല്ല തുമ്മലാണല്ലോ, വെയിൽ കൊണ്ടിട്ടാവും, ശെൽവൻ പറഞ്ഞു. ഓ, അത് തുമ്മലൊന്നുമല്ല, സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മെ ഓർക്കുമ്പോഴുണ്ടാകുന്നതാണ് ഇത്. തീർച്ചയായും എൻ്റെ ഭാര്യ ഇപ്പോൾ എന്നെ ഓർത്തു കാണണം, ശരവണൻ പറഞ്ഞു. അങ്ങനെയുണ്ടോ? അത് ശെൽവന് പുതിയ അറിവായിരുന്നു. പിന്നില്ലേ, നിന്റെ ഭാര്യ നിന്നെ ഓർക്കാറേ ഇല്ലെന്ന് തോന്നുന്നു. നീ ഇതുവരെ ഇങ്ങനെ തുമ്മിക്കണ്ടിട്ടില്ല, ശരവണൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശെൽവൻ വല്ലാതായി. ശരവണൻ പറഞ്ഞത് ശരിയാണെന്ന് ശെൽവന് തോന്നി. തൻ്റെ ഭാര്യയും തന്നെ ഓർത്തിരുന്നെങ്കിൽ താനും ഇങ്ങനെ തുമ്മേണ്ടതായിരുന്നു. ശെൽവന് ഭാര്യയോട് വല്ലാത്ത ദേഷ്യം തോന്നി. വീട്ടിൽ ചെന്നതും ശെൽവൻ ഭാര്യയെ വഴക്ക് പറയാൻ തുടങ്ങി. ശരവണൻ്റെ ഭാര്യ അവനെക്കുറിച്ച് എപ്പോഴും ഓർക്കും. നീ എന്നെക്കുറിച്ച് ഓർക്കാറേയില്ല അല്ലേ? ഞാൻ ഓർക്കാറുണ്ടല്ലോ, അവൾ പറഞ്ഞു. നുണ പറയുന്നു. അയാൾ അവളെ തല്ലാൻ കടന്നു പിടിച്ചു. ഞാൻ നിങ്ങളെ ഓർക്കുന്നില്ലെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? അവൾ തിരിച്ചു ചോദിച്ചു. അതറിയാൻ വലിയ കഴിവൊന്നും വേണ്ട. ഒരു തവണയെങ്കിലും ശരവണനെ പോലെ ഉണ്ണാനിരിക്കുമ്പോൾ ഞാൻ തുമ്മിയിട്ടുണ്ടോ? അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടപ്പോൾ അവൾ ചിരിച്ചുപോയി. അതോടെ അയാളുടെ ദേഷ്യം ഇരട്ടിയായി. അവളെ ശെൽവൻ പോതിരെ തല്ലാൻ തുടങ്ങി. അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അവൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഇപ്പോഴത്തേക്ക് ക്ഷമിക്കൂ. ഉച്ചയ്ക്ക് നിങ്ങൾ ഉണ്ണുന്ന നേരത്ത് ഞാൻ ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നിങ്ങളെ ഓർക്കാത്തത്. ഇനി നാളെ മുതൽ ആ സമയത്ത് ഉറങ്ങാതെ ഇരുന്ന് നിങ്ങളെ ഞാൻ ഓർത്തോളാം. ശരവണൻ്റെ മുന്നിൽ മിടുക്കനാകാൻ പറ്റാത്തതാണ് ശെൽവനെ വിഷമിപ്പിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. പിറ്റേന്ന് അവൾ ശെൽവന് ഭക്ഷണപ്പൊതി തയ്യാറാക്കിയപ്പോൾ മുളക് പൊടി വറുത്ത് ഉപ്പ് ചേർക്കാതെ ചോറിൽ കുഴച്ചു ചേർത്തു. ഉച്ചയ്ക്ക് പൊതി അഴിച്ചതും മുളകിൻ്റെ മണം ശ്വസിച്ച് ശെൽവൻ തുമ്മാൻ തുടങ്ങി. എന്തു ചെയ്തിട്ടും അയാൾക്ക് തുമ്മലടക്കാൻ കഴിഞ്ഞില്ല. എന്തു പറ്റി? ശരവണൻ ചോദിച്ചു. എന്നെ ഉച്ചയ്ക്ക് ഓർക്കാത്തതിന് ഇന്നലെ ഭാര്യയെ ഞാൻ ഒത്തിരി തല്ലി. ഇന്നവൾ എന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഓർക്കാതിരിക്കാൻ ഇനി അവളെ തല്ലേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുമ്മലിനിടയിൽ ശെൽവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു.